കോൺഗ്രസിൽ മുഖ്യമന്ത്രി പദത്തിനായി വടംവലി നടക്കുന്നതിനിടെ കെ.പി.സി.സി പ്രസിഡന്റ് സ്ഥാനത്തേക്കും അവകാശവാദങ്ങൾ തുടങ്ങി. കെ.പി.സി.സി അധ്യക്ഷ സ്ഥാനത്തിനായി അവകാശവാദം ഉന്നയിച്ച് കൊടിക്കുന്നിൽ സുരേഷ് എം.പി. എ.ഐ.സി.സി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയെ കണ്ടു. ഇന്നലെയാണ് ഡൽഹിയിലെത്തി കൊടിക്കുന്നിൽ സുരേഷ് എം.പി. മല്ലികാർജ്ജുൻ ഖാർഗെയുമായി കൂടിക്കാഴ്ച നടത്തിയത്. അദ്ദേഹത്തിന്റെ വസതിയിലെത്തിയായിരുന്നു ഖാർഗെയെ കൊടിക്കുന്നിൽ സുരേഷ് കണ്ടത്. ഏതാണ്ട് 1 മണിക്കൂറോളം ആ കൂടിക്കാഴ്ച നീണ്ടു എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. ഇന്നലെ തന്നെ ആ കൂടിക്കാഴ്ചയുടെ വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത്തരത്തിലേക്ക് ഒരു അവകാശവാദം ഉന്നയിക്കുന്നതുമായി സംബന്ധിച്ചുകൊണ്ടുള്ള ഒരു സ്ഥിരീകരണം നമ്മൾ കൊടിക്കുന്നിൽ സുരേഷുമൊക്കെയായി സംസാരിച്ചപ്പോൾ പോലും അദ്ദേഹം അത് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നാലെയാണ് ആ സന്ദർശനം, ആ കൂടിക്കാഴ്ച ഈ കെ.പി.സി.സി അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള ഒരു അവകാശവാദത്തിന് വേണ്ടിയാണെന്നുള്ള ഒരു സ്ഥിരീകരണത്തിലേക്ക് അടക്കം കാര്യങ്ങൾ എത്തിയത്. അതിൽ ഏറ്റവും പ്രധാനമായി അദ്ദേഹം പറയുന്നത് ഈ ദളിത് വിഭാഗത്തിൽ നിന്നുള്ള അദ്ദേഹം ഏറ്റവും എക്സ്പീരിയൻസ് ഉള്ള ഒരു നേതാവാണ് അദ്ദേഹം എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ പരിഗണിക്കണമെന്നൊരു ആവശ്യം തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. പലതവണ താൻ തഴയപ്പെട്ടുവെന്നും ഇത്തവണ തന്നെ കൃത്യമായി പരിഗണിക്കണമെന്നൊരു ആവശ്യം അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് ഈ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിലേക്ക് അടക്കം കടക്കുന്നതിന് തൊട്ട് പിന്നാലെ തന്നെ ഈ കെ.പി.സി.സി പുതിയ അധ്യക്ഷൻ എത്തിയേക്കുമെന്നുള്ള ചില വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കൊടിക്കുന്നിൽ സുരേഷും അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത്. നേരത്തെ ബെന്നി ബെഹനാൻ ഒരുപക്ഷെ കെ.പി.സി.സി അധ്യക്ഷനായേക്കുമെന്ന തരത്തിലുള്ള അദ്ദേഹത്തെ ആ തരത്തിൽ പരിഗണിക്കുന്നു എന്നുള്ള ചില വാർത്തകളും വിവരങ്ങളും പുറത്തു വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് തന്നെ ആ സ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് കൊടിക്കുന്നിൽ സുരേഷും മല്ലികാർജ്ജുൻ ഖാർഗെയുമായി കൂടിക്കാഴ്ച നടത്തിയത്.